പിമാർ നിയമനിർമ്മാതാക്കൾ പകരം പദ്ധതികൾ നടപ്പിലാക്കുന്നവരായി മാറുന്നുണ്ടോ? എന്നാൽ സുപ്രീം കോടതി പറയുന്നത് അല്ല എന്നാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 282 പ്രകാരം ഏതൊരു പൊതു ആവശ്യത്തിനും ഗ്രാന്റുകൾ നൽകാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. ഇവിടെ പദ്ധതികൾ ശുപാർശ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. കരാറുകാരെ നിയമിക്കുന്നതും പണം നൽകുന്നതുമായ യഥാർത്ഥ അധികാരം ഡിസ്ട്രിക്ട് അതോറിറ്റിക്ക്, അതായത് കളക്ടർമാർക്ക് ആണ്. അഴിമതി തടയാൻ ഇതൊരു ഫയർവാൾ ആയി പ്രവർത്തിക്കുന്നു. കൂടാതെ ഈ ഫണ്ട് നോൺ ലാപ്സബിൾ ആണ്, അതായത് ഈ വർഷം ചെലവാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാം. സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഫണ്ടിന്റെ 15% പട്ടികജാതി മേഖലകൾക്കും 7.5% പട്ടികവർഗ മേഖലകൾക്കുമായി പിമാർ മാറ്റിവെച്ചിരിക്കണം. 18ാം ലോക്സഭയിൽ പദ്ധതികൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡിജിറ്റൽ സുതാര്യതയും ജിയോ ടാഗിങ്ങും കർശനമാക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ ഉപയോഗക്കുറവ് ചൂണ്ടിക്കാട്ടി ചിലർ ഈ പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വലിയ ദേശീയ പദ്ധതികൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രാദേശിക ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. ചുരുക്കത്തിൽ പ്രാദേശിക വികസനം ദേശീയ ലക്ഷ്യങ്ങളും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഈ 5 കോടി രൂപ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം: സർക്കാർ അവഗണിച്ച നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് നിങ്ങൾക്ക് 5 കോടി രൂപ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് നിർമ്മിക്കും? ഡൽഹിയിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയേക്കാൾ നിങ്ങൾ നന്നായി നിങ്ങളുടെ നാട്ടിലെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ ഒരു പ്രാദേശിക പിക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?